നമ്മുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കഴിഞ്ഞാൽ ഉടനെ പേഴ്സൻറ്റേജ് എത്ര ശതമാനം ആളുകൾ വോട്ട് ചെയ്തു എന്നതിൻ്റെ ശതമാന കണക്ക് വളരെ കൃത്യമായിട്ടല്ല ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്. അത് കുറേ സമയമെടുക്കുന്നു. ആദ്യം ഒരു പ്രാഥമിക ഒരെണ്ണം പറയുന്നു, ഫൈനൽ പറയാനായിട്ട് ആഴ്ചകൾ വരെ എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ തമ്മിൽ ഒരു 5-6 ശതമാനമൊക്കെ വ്യത്യാസം വരുന്നു. ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇത് പറയുന്നത് പ്രശാന്ത് ഭൂഷണാണ്. EVM മെഷീനെതിരെ സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി ഓടിച്ചു, വീണ്ടും അടുത്ത കേസുമായിട്ട് വന്നിരിക്കുക. ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ, അതിൻ്റെ വിശ്വാസ്യത കളയാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ് ഈ ADR, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. അതൊരു സോറോസ് ഫണ്ടഡ് NGO ആണ്. ഫോറിനേഴ്സാണ് അതിൻ്റെ പിന്നിൽ. പ്രശാന്ത് ഭൂഷൺ ഇതിലൊക്കെ താല്പര്യമുള്ള ആളാണ്. ഒരു ബേസിക്കലി സബ്വേഴ്സീവ് ആക്ടിവിറ്റീസ്, അട്ടിമറി പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളൊരു മനുഷ്യനാണ് പ്രശാന്ത് ഭൂഷൺ. അതേസമയം കാശ് വാങ്ങിച്ച് ചിലപ്പോൾ അതിൽ കൂടുതൽ കാശ് ഇപ്പുറത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഈ കേസ് തോറ്റു കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയും കാശുണ്ടാക്കുന്ന കക്ഷിയാണ്. ഫ്ലെക്സിബിളാണ്. വലിയ പ്രിൻസിപ്പിൾസൊന്നും ഉള്ള ആളല്ല. പക്ഷേ മിടുക്കനാണ്. പിന്നെ അച്ഛൻ്റെ ശാന്തിഭൂഷൻ്റെ മകനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലിഫ്റ്റ് ഇങ്ങനെ തുടക്കം മുതൽ കിട്ടിയിട്ടുണ്ട്. ശാന്തിഭൂഷൺ അസാമാന്യനായ ഒരു വക്കീലായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കേസ് വാദിച്ച് ഇന്ദിരാഗാന്ധിയെ സ്ഥാനഭ്രഷ്ടയാക്കിയ ആളാണ് ശാന്തിഭൂഷൺ. അപ്പോൾ ശാന്തിഭൂഷൻ്റെ കൂടെയുള്ള പ്രാക്ടീസും അതിൻ്റെ പ്രവൃത്തി പരിചയം ഒക്കെ പ്രശാന്ത് ഭൂഷണുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ വലിയ ആളായത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇങ്ങനെ ഒരു ഇന്ത്യ വിരുദ്ധ ക്യാമ്പിൻ്റെ കേസുകൾ ആണ് നിരന്തരം ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പാരസിറ്റിക് പെറ്റീഷൻ കൊടുക്കുക, പാരലൽ പെറ്റീഷൻ എന്നുള്ള ഓമന പേര്, പക്ഷേ പാരസിറ്റിക് പെറ്റീഷനാണ്. ഇത്തിൽ കണ്ണി പെറ്റീഷൻ എന്ന് പറയും. ഞാനൊരു പെറ്റീഷൻ ബുദ്ധിമുട്ടി ഡ്രാഫ്റ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി അത് അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് സുനിൽ ഒരു പെറ്റീഷൻ ഉണ്ടാക്കുന്നു. കുറേ വാക്കുകൾ ആദ്യം അതിൻ്റെ ഓർഡറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് സുനിലും ഫയൽ ചെയ്യും. അപ്പോൾ എന്തുവരും, സുനിലിൻ്റെ പേരും ഈ ജഡ്ജ്മെൻറ്റ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സുനിലാണ് കുറച്ചുകൂടെ അറിയപ്പെടുന്ന ഫിഗർ എന്ന് വെച്ചോ. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും അറിയപ്പെടുന്നവരാണെങ്കിലും മോഹൻദാസും സുനിലും ചേർന്ന് നൽകിയ ഹർജി എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടും. അങ്ങനെ സുനിലിന് ചുളുവിൽ പേര് കിട്ടാം. ഈ പണിയും ഈ ആശാൻ ചെയ്യുന്നതാണ്. ഇത് ചെയ്തത് 2G കേസ് ആണ് പ്രധാനമായിട്ടും. 2G കേസ് കംപ്ലീറ്റ് അത് സുപ്രീം കോടതി വരെ എത്തിച്ചത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു പാരലൽ പെറ്റീഷൻ കൊടുത്ത്, ഇങ്ങനെ സ്വന്തമായിട്ട് പല NGO ഉണ്ട് കേട്ടോ. ADRൻ്റെ വക്കീലാണ് ഇങ്ങനെ. അത് കൂടാതെ ഇങ്ങനെ സ്വന്തമായ കുറേ സ്ഥാപനങ്ങളുണ്ട്. ഒരു ലെറ്റർ ഹെഡ് അങ്ങ് അടിച്ചിട്ട് സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തും ചെയ്യാതെയും ഒക്കെ കേസുകൾ ഫയൽ ചെയ്യുക. അങ്ങനെ 2G കേസിലും പുള്ളി കയറി പേരെടുത്തു. 122 ലൈസൻസുകൾ സുപ്രീം കോടതി റദ്ദാക്കുകയും ഓപ്ഷൻ നടത്തി മര്യാദയ്ക്ക് ലേലം ചെയ്ത് കൊടുത്താൽ മതി സ്പെക്ട്രം എന്നൊക്കെ പറയുകയും ചെയ്ത ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്. 1,76,000 കോടിയുടെ നഷ്ടം കേന്ദ്രത്തിനുണ്ടായി. രാജ കനിമൊഴിയൊക്കെ ജയിലിൽ പോയ ഇതിലൊക്കെ ഇദ്ദേഹം ഈ കളക്കളി കളിച്ചതാണ്. ഇപ്പോൾ കളിക്കുന്ന കളിയിൽ സാമാന്യ ബുദ്ധിക്ക് സുനിൽ ആലോചിച്ച് നോക്കും. പ്രാഥമികമായ വിവരം വെച്ചിട്ട് അത് ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ അറിയിക്കുന്നു. ഒരു 6 മണിക്കാണ് പോളിംഗ് തീരേണ്ടത്. എല്ലാ സ്ഥലത്തുനിന്നും തീർന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം കണക്കുകൾ കിട്ടി, തീർന്നതിൻ്റെ കണക്ക് കിട്ടി. അതവർ പറയും ഏകദേശം ഇത്ര ശതമാനമാണ് കേട്ടോ. കേരളത്തിലെ കാര്യം നോക്കുക, 70 ആണ് ആദ്യം വന്ന ഫിഗർ. പിന്നീട് അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ 71 ആയി. പിന്നെ ഏകദേശം 72 എക്സാക്ട് ഫിഗർ വന്നു, കോൺസ്റ്റൻ്റായി. ദിസ് ഈസ് നാച്ചുറൽ. ഇതിൽ തെറ്റെന്താണ്? അതല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം ചെയ്യും, പോളിംഗ് കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ പെർസെൻറ്റേജ് പുറത്ത് വിടുന്നുള്ളൂ. വിൽ യു ബി ഹാപ്പി? കാരണം പോളിംഗ് കഴിയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയേണ്ടത് എത്രയാണ് പെർസെൻറ്റേജ്.
അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് പറയുന്നു. ഇപ്പം കിട്ടിയ വിവരം അനുസരിച്ച് ഒരുപാട് സ്ഥലത്തു നിന്ന് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ബൂത്തിൽ നിന്ന് വിവരം വരുന്നു, അത് കൊളേറ്റ് ചെയ്യുന്നു. ആ കൊളേറ്റ് ചെയ്ത ഇൻഫർമേഷൻ ബൈ ഇമെയിൽ ഇലക്ഷൻ കമ്മീഷന് അയക്കുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥർ, ഇത് നിസ്സാരമല്ലല്ലോ, എത്ര ബൂത്തുകളാണ് സുപ്രീം കോടതി പറഞ്ഞനുസരിച്ച്. ഇത് നമ്മുടെ സാധാരണക്കാരന് വരെ അറിയാം, അതുകൊണ്ട് ആളുകൾക്ക് സംശയമൊന്നുമില്ല, അത് മാറി വരും. എല്ലായിടത്തും കൂട്ടേണ്ടതൊക്കെയാണ് ആളുകൾ പറയുന്നത്. 97 കോടി വോട്ടർമാരുണ്ട്. അതിനകത്ത് പോസ്റ്റൽ ബാലറ്റ് വേറെ, പല രീതിയിലുള്ള ഡിസ്പ്യൂട്ട്സ് അത് ഇതൊക്കെ റേസ് ആകുന്നു. ചില സ്ഥലത്ത് ഇപ്പോൾ കൗണ്ടിങ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. അതെ, പോളിംഗ് ഒക്കെ കഴിഞ്ഞു, കൗണ്ടിങ് മെഷീനിൽ ഡിസ്പ്ലേ കറക്റ്റായിട്ട് വരുന്നില്ല, എല്ലാം 8 ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ ടെക്നീഷ്യനെ വിളിക്കുന്നു, അയാൾ പറയുന്നു അയ്യോ നിങ്ങൾ റീസെറ്റ് ചെയ്തിൽ. റീസെറ്റ് ചെയ്യാൻ വിട്ടുപോയി, കംപ്ലീറ്റ് പോളിംഗ് കഴിയുമ്പോൾ റീസെറ്റ് ചെയ്യണ്ടേ. റീസെറ്റ് ചെയ്തു, ഡിം തെളിഞ്ഞു. ഇങ്ങനെ അപ്പോഴത്തേക്ക് മറ്റുള്ളവർ ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞു. ഈ ഒരാളുടെ മെഷീൻ്റെ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ വെയിറ്റ് ചെയ്യുന്നില്ല. അവരവരുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് കൊലേറ്റ് ചെയ്തിട്ട് കിട്ടിയ ഇൻഫർമേഷൻ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കും. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വിളി വരും, വാട്ട് ഈസ് ദാറ്റ് യു ആർ ഡൂയിങ്. സാർ ഒരു ആ നെടുമങ്ങാടിൻ്റെ ഫിഗർ കിട്ടിയിട്ടില്ല. ഓക്കെ, ബാക്കി കിട്ടിയിട്ടുണ്ടല്ലോ, അതയക്കൂ, ഡോണ്ട് വെയിറ്റ്, കിട്ടിയത് ഇങ്ങോട്ട് അയക്കൂ. അത് വെബ്സൈറ്റിൽ അവർ കൊടുക്കുന്നു, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് 3-4 ഇപ്പോൾ ഇവർ പറയുന്നത് ഏതോ ഒരു കേസിൽ 10 ദിവസം എടുത്തു. എവിടെ ഒരു പോളിംഗ് എടുത്തു, സോ വാട്ട്, 10 ദിവസം എടുത്തു, അതുകൊണ്ടല്ല. ചിലയിടത്ത് പോളിംഗ് 6 മണിക്ക് തീരുന്നില്ല, രാത്രി 12 മണി വരെ നീളുന്നുണ്ട്. റീപോളിംഗ് വേണ്ടി വരുന്നുണ്ട്. ഇത്തവണ കേരളത്തിൽ വടകരയിൽ മാത്രം, ബാക്കി എല്ലാ സ്ഥലത്തും പോളിംഗ് കഴിയും, പിന്നെയും വടകരയിൽ തീർന്നിട്ടില്ല. എന്ത് ചെയ്യും? അപ്പോൾ വടകര തീർന്നിട്ടേ ഇനി ഞാൻ ഇത് പറയുന്നുള്ളൂ, ഞാൻ വേണ്ടുന്നില്ല. അല്ല, തിരുവനന്തപുരത്തെ പെർസെൻറ്റേജ് പറഞ്ഞേട്ടാ, വടകര തീരട്ടെ. അല്ല, വടകര തീരുമ്പോൾ പറഞ്ഞാൽ മതി, തിരുവനന്തപുരത്തെ ഇപ്പം പറ, തിരുവനന്തപുരത്തെ കഴിഞ്ഞല്ലോ. ഇങ്ങനെ ചോദിക്കുമല്ലോ രാഷ്ട്രീയ പാർട്ടികൾ. മാത്രമല്ല ജനങ്ങൾക്കും അറിയാൻ അവകാശമില്ലേ ഏകദേശം എത്രയായി പോളിംഗ്. അല്ല, അത് മുഴുവൻ വന്നിട്ടില്ല, വന്നത് പറഞ്ഞേട്ടാ 70 ഉള്ളൂ കേട്ടോ. അയ്യോ, അപ്പം 30% കുറവ്, 30% വോട്ട് എവിടെ പോയി സാർ? അല്ലെ 70, ചിലപ്പോൾ 71, 72 ഒക്കെ ആയിരുന്നു. ശരി, ആയിക്കോട്ടെ, ഏകദേശം 70 ഇതാണല്ലോ. ഇത് ഒരു മനുഷ്യൻ്റെ ആകാംക്ഷയെ തണുപ്പിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട ജോലിയാണ് എന്ന് ഞാൻ കരുതുന്നു. ഇനി അതല്ല, ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ഫിഗർ കഴിഞ്ഞേ പ്രഖ്യാപിക്കാവുള്ളൂ എങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി ഇവരുടെ ഹർജി ലിസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല, രജിസ്ട്രിയിൽ കൊടുത്തു എന്നുള്ളതല്ലാതെ രജിസ്ട്രിയിൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടോ എന്ന് പോലും വാർത്തയില്ല. പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ധ്വനിയുണ്ട്. അന്ന് 70 പിന്നെ നോക്കിയപ്പോൾ 5-6% വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ വോട്ട് നിങ്ങൾ ഇടയ്ക്ക് ചെയ്തു. അതാണ്. അല്ല, അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഈ 70 പറയണ്ടല്ലോ, 75 തന്നെ പറഞ്ഞാൽ മതി. ആദ്യമേ പറഞ്ഞിട്ട് ഒപ്പിച്ചാൽ മതിയല്ലോ. ഇലക്ഷൻ കമ്മീഷനിൽ നമ്മൾ 2 പേരിയ്ക്കുന്നു. പോളിംഗ് പെർസെൻറ്റേജ് വന്നു 69 ഉള്ളൂ. സുനിലേ, 69 ഉള്ളൂ. നമ്മൾ എത്രയാണ് എക്സ്ട്രാ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു 6% ചേഞ്ച് കേട്ടോ. അപ്പോൾ 69 6 75, 74.9 പറഞ്ഞേക്കാം. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് 75.1 എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ 0.2 ഡിഫറൻസേ ഉള്ളൂ. അതെ അതെ. ഇത് ചെയ്യരുതോ ഇലക്ഷൻ കമ്മീഷന്? എന്തിനാണ് ഈ ഫിഗർ പറഞ്ഞിട്ട് പിന്നെ കൂട്ടുന്നത്? കള്ളത്തരം കാണിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള കള്ളത്തരം കാണിക്കുമല്ലോ ആരാണെങ്കിലും. നമ്മൾ കൂട്ടിയാണ്, നമ്മൾ ഇടയ്ക്ക് വോട്ട് ചെയ്യാൻ പോവാണ്, ഇലക്ഷൻ മെഷീനെല്ലാം വന്നു കഴിഞ്ഞു, എല്ലാം വന്നല്ലോ, റെഡി. ആൾക്കാർ എത്രയുണ്ട്? 110 പേരുണ്ട് സാർ. 120 വേണമെന്ന് പറഞ്ഞു. 10 പേര് വന്നോളും സാർ. എന്നാൽ തുടങ്ങ്, ആദ്യത്തെ മെഷീൻ വെച്ച് തുടങ്ങ്. പി 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 ഇങ്ങനെ ഈ പോട്ടന്മാരൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത ഇല്ലാതെ ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ട് തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് പോവുക. ഇമാജിൻ ദ ഹാവോക്ക്. 97 കോടി വോട്ടർമാർക്ക് വേണ്ടിയിട്ട് ബാലറ്റ് പേപ്പർ അടിക്കാനായിട്ട് വെട്ടാൻ പോകുന്ന മരത്തിൻ്റെ കണക്കൊന്നും എടുത്തേ, അതിൻ്റെ പൾപ്പിന് വേണ്ടിയിട്ട്. പേപ്പർ മില്ലുകാർക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. പേപ്പർ മില്ലുകാർക്കും പ്രിൻറ്റിങ് പ്രസ്സുകാർക്കും ഉത്സാഹമാണ്. ഇത് ബാലറ്റ് പേപ്പർ ആക്കി കഴിഞ്ഞാൽ കിട്ടാൻ കോടിക്കണക്കിന് രൂപയുടെ ബാലറ്റ് പേപ്പറിൽ അടിക്കുന്നത്. പിന്നെ ഇത് കൊണ്ടുപോകുന്ന വണ്ടിക്കാർ, ഇവരൊക്കെ ഇതിനകത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ മറ്റേ ടീമിന് സന്തോഷമാകും, പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന പാർട്ടി. പെട്ടി കൊണ്ടുപോകുന്ന പാർട്ടി. ഞാൻ പറഞ്ഞില്ലേ, ബീഹാറിൽ അന്ന് 1 രൂപയ്ക്ക് ഒരു വോട്ട്, ബൂത്തിലെ എല്ലാവരെയും തല്ലി ഓടിച്ചിട്ട് ഇവർ കുത്തി ഇടുന്ന സമ്പ്രദായം. ഇതെല്ലാം
ഇത് പറഞ്ഞപ്പോൾ ഒരാളിനോട് ചോദിച്ചു അത് ഇപ്പോഴും ചെയ്യാൻ വയ്യേ, ബൂത്തിലെ എല്ലാവരെയും തല്ലി ഓടിക്കുക, വോട്ട് ചെയ്യുക, പറ്റില്ല. ഒരു മിനിറ്റിൽ മാക്സിമം 4 വോട്ടേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ടല്ലേ? അല്ലാതെ ഈ ബട്ടൺ ഇങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ വോട്ട് വീഴില്ല. 4 ഞെക്കാൻ പറ്റുള്ളൂ 1 മിനിറ്റിൽ. ഇത് പൊട്ടന്മാരുണ്ടാക്കിയ സാധനമൊന്നുമല്ല. ഇതൊക്കെ ഈ 1 മണിക്കൂറിൽ 240 വോട്ട്. സുനിൽ എന്താ വിചാരിച്ച EVM വേറൊരു കൃത്രിമം നോർത്ത് ഇന്ത്യയിൽ നടന്നാണ് പിടിക്കപ്പെട്ടത്. അതായത് നമ്മൾ വോട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നതിന് ആളിന് വോട്ട് ചെയ്യുന്നു. പി എന്ന് പറഞ്ഞാൽ അത് ഞെങ്ങിയല്ല. ആ ഞെങ്ങിയത് ആ ബട്ടൺ അതുപോലെ ഞെക്കി തന്നെ പിടിച്ചിട്ട് ഒരു 50 പൈസയുടെ കോയിൻ അതിൻ്റെ ഇടയ്ക്ക് തിരുകുക. അപ്പോൾ ഈ ബട്ടൺ ഫുൾ റിലീസാവില്ല. അപ്പോൾ അടുത്ത ആൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഉള്ള സ്വഭാവമാണ് ആ കോയിൻ കുരുങ്ങിയിരിക്കുന്നു, അതൊന്ന് പുറത്തെടുക്കണം എന്ന് തോന്നും. പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് 50 പൈസ കിട്ടിയിട്ട് ആർക്കും ഒന്നും കിട്ടാനില്ല. ഒരു കൗതുകം അത് പുറത്തെടുക്കണമെന്ന് തോന്നും. പുറത്തെടുക്കാനായിട്ട് ഇയാളൊന്ന് പ്രസ് ചെയ്യണമല്ലോ. പ്രസ് ചെയ്യുമ്പോൾ വോട്ടായി. ആരെങ്കിലും ഒക്കെ കാണും, പോയത് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇറങ്ങിപ്പോകും. അടുത്ത ആൾ വരും, അയാളും ഈ പണി തന്നെ ചെയ്യും. വോട്ട് ഈ പറഞ്ഞ ഈ 50 പൈസ ആർക്ക് വേണ്ടിയിട്ടാണോ വെച്ചിരിക്കുന്നത്, അല്ല പൈസ എടുക്കാൻ നോക്കി കാരണം എൻ്റെ വോട്ട് പോയത് പറയാൻ പറ്റില്ല. നാണക്കേടല്ലേ അതും 50 പൈസയ്ക്ക്. ഈ പണി ഇത് പിടിച്ചു വന്നിട്ട് 6 എന്നിട്ട് ഇപ്പോൾ EVMൻ്റെ പോളിംഗ് ഇത് നോക്കിക്കോ, ആ ബട്ടൺ താന്നല്ല പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും അത് താത്തി വെച്ചിട്ട് പൈസ ഇടയ്ക്ക് കയറ്റാൻ പറ്റില്ല. പൈസയും കയറ്റാൻ ഒന്നും കയറ്റാൻ പറ്റില്ല. ഇങ്ങനെ എന്തെല്ലാം ദുരിതങ്ങൾ. ചെറിയ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഗുജറാത്തിൽ കണ്ടില്ലേ, ഒരു ചെറിയ പയ്യൻ വോട്ട് ചെയ്തിട്ട് വോട്ടിംഗ് മെഷീനായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വന്നു. അല്ല അത് പലരും ചെയ്തു എന്ന് വരും. ഇത് വോട്ട് ചെയ്തിട്ട് സാറേ വോട്ടായോ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എടുക്കാൻ പോകും. അതിൻ്റെ വയറും ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അത് മാറ്റി പുതിയ മെഷീൻ വെച്ച് അങ്ങനെയൊക്കെയാണ് താമസിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ല ടി ജി, എൻ്റെ സംശയം ഇത്രയും നമുക്ക് ടി ജി ഒരു അഭിഭാഷകനാണ്, നമ്മൾ സംസാരിക്കുന്നു, സാധാരണ പ്രേക്ഷകരുണ്ട്, അവർക്ക് പോലും അറിയാം ഈ പെർസെൻറ്റേജിലൊക്കെ വ്യത്യാസം വരുന്നത് സ്വാഭാവികമാണ്. കണക്ക് കൂട്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പോളിംഗ് വോട്ടർ മെഷീനുകളുണ്ട്. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം നാച്ചുറലി. എന്നിട്ടും പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകൾ ഇതുമായിട്ട് കോടതി ചെല്ലുന്നു. കോടതിക്ക് ഇത് കോസ്റ്റ് അടിച്ച് വിട്ടൂടെ? വിടാം. പിഴ അടിച്ച് ഒരു 2 ലക്ഷം 5 ലക്ഷം രൂപ ഫൈനും അടിച്ച് വിട്ടാൽ പിന്നെ വരില്ലല്ലോ. പിന്നെ വരില്ല. പക്ഷെ അത് ചെയ്യുന്നില്ല. അല്ല, കോടതിയും ഇതുപോലത്തെ ഈ എമിനൻ്റ് വക്കീലന്മാരോട് അങ്ങനെ ചെയ്യാറില്ല. എമിനൻ്റ് ആണെന്നും പറഞ്ഞ് എന്തും ചെയ്യാമോ? ഏകദേശം എന്തും ചെയ്യാം. ഞാനിപ്പോൾ പറയട്ടെ, ഞാൻ എൻ്റെ ഒരേ ഒരു കേസ് ഹൈക്കോടതി പറഞ്ഞിട്ട് ഞാൻ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. നിസ്സാര സംഭവമാണ്, ദേവസ്വത്തിൻ്റെ ഒരു കേസാണ്. അതിൽ ഹൈക്കോടതി പറഞ്ഞു ഈ പെറ്റീഷൻ പറയുന്നതിനകത്ത് കാര്യമുണ്ട്, പക്ഷേ സർക്കാരിന് ഇങ്ങനൊരു ഡയറക്ഷൻ കൊടുക്കാൻ ഹൈക്കോടതിക്ക് അവകാശമില്ല. വി ഡോണ്ട് ഹാവ് പവേഴ്സ്. ഇപ്പം ഞാൻ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ എൻ്റെ പ്രെയർ ഇത്രയേ ഉള്ളൂ, എൻ്റെ പെറ്റീഷൻ കറക്റ്റ് പെറ്റീഷനാണ്, എൻ്റെ ആർഗ്യുമെൻറ്റ്സ് ശരിയാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. പവറില്ല, അതുകൊണ്ട് ഇടപെടാൻ പറ്റുന്നില്ല എന്നാണ്. യു ഹാവ് പവേഴ്സ്, പ്ലീസ് ഡൂ ദാറ്റ്. മെറിറ്റിലേക്കൊന്നും പോകേണ്ട കാര്യം. സുപ്രീം കോടതി സമ്മതിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞു മെറിറ്റിലേക്ക് പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സിവിൽ അപ്പീലാക്കി മാറ്റി. 2018 നവംബറിൽ ഞാൻ കൊടുത്തതാണ്. 2019 ജാനുവരിയിൽ അത് സിവിൽ അപ്പീലായിട്ട് മാറി. ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ സാധാരണഗതിയിൽ ഒരു സിവിൽ അപ്പീൽ സുപ്രീം കോടതിയിൽ ബെഞ്ചിൽ വരാനായിട്ട് 10 മുതൽ 15 വർഷം വരെ എടുക്കും. എൻ്റേത് ഇപ്പോൾ എത്ര 19, 5, 25, 6ാമത്തെ വർഷം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇനിയും കാലമുണ്ട്. ഇനിയും 4 വർഷം മിനിമം എടുക്കും. 4 എടുക്കാം, 9 എടുക്കാം, 15 വർഷം വരെയൊക്കെ പോകാം. ഇതാണ് സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ അവസ്ഥ. അവരുടെയും കുറ്റമല്ല, നമ്മുടെ ടേൺ വരുമ്പോൾ അത്രയും താമസിക്കുന്നു. ഇത് തന്നെ കപിൽ സിബലാണ് എൻ്റെ വക്കീലെന്ന് വയ്ക്കുക. ഇത് സിവിൽ അപ്പീലാക്കാതെ തന്നെ ഹിയറിങ് നടത്തി വിധി വാങ്ങിച്ച് കയ്യിൽ തന്നിരിക്കും. ഞാനായതുകൊണ്ടാണ് ഇതിങ്ങനെ കടന്നുപോയത്. ഞാനിതിങ്ങനെ കടന്നു പോകുമല്ലോ എന്ന് ഭയന്നിട്ട് ഇവിടെ ഞാൻ ഹൈക്കോടതിയിൽ ഞാൻ സുബ്രഹ്മണ്യൻ സ്വാമിയെ റെസ്പോണ്ടൻ്റ് ആക്കിയിരുന്നു. സപ്പോർട്ടിംഗ് റെസ്പോണ്ടൻറ്റ്. സാധാരണ റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ എതിർകക്ഷിയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള റെസ്പോണ്ടൻ്റ് ആക്കി.
അദ്ദേഹം വന്നു, വാദിച്ചു, ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വിധി. ഞാൻ സുപ്രീം കോടതിയിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, സാറൊരു അപ്പീൽ കൊടുക്കുക, തൊട്ട് പിന്നാലെ ഞാൻ അപ്പീൽ കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും ഒരേ മാറ്റർ ആയതുകൊണ്ട് ക്ലബ് ചെയ്യും. ബട്ട് ഫസ്റ്റ് പെറ്റീഷണർ സുബ്രഹ്മണ്യൻ സ്വാമി ആയതുകൊണ്ട് രജിസ്ട്രിയിലും ഇതിലുമൊക്കെ എന്തെങ്കിലും ഒരു പ്രിഫറൻസ് കിട്ടും. വെറും മോഹൻദാസ് എന്ന് പറഞ്ഞാൽ ആ റൂട്ട് അനുസരിച്ച് വന്നാൽ മതി. സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചെയ്തേക്കാം, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഹീസ് ഓൾസോ ആൻ എമിനൻറ്റ് പേഴ്സൺ, ഈ ബെനിഫിറ്റ് കിട്ടുമല്ലോ ഒന്നും. അദ്ദേഹം സമ്മതിച്ചു, ശരി അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ തൊട്ട് പിന്നാലെ എൻ്റെ പെറ്റീഷൻ, എന്നിട്ടും അനക്കമില്ല. അതിനുശേഷം സ്വാമി ഫയൽ ചെയ്ത കേസുകൾ സിവിൽ അപ്പീലാകാതെ ഇതുപോലെ ജഡ്ജ്മെൻറ്റിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം പോയില്ല. കേരള ദേവസ്വം കേസ് പെട്ടുപോയി, സിവിൽ അപ്പീലായിട്ട് കടന്നുപോയി. എന്ത് ചെയ്യാനും വരുമ്പോൾ വരട്ടെ. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ എമിനൻറ്റ് വക്കീലന്മാർക്ക് ഈ ഒരു പ്രിയോറിറ്റി സുപ്രീം കോടതി കൊടുക്കുന്നുണ്ട്. കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, അഭിഷേക് മനു സിംഗ്വി, അരവിന്ദ് ദത്തർ, അങ്ങനെ ഒരുപാട് വക്കീലന്മാരുണ്ട്. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയും ചില കേസ് വേണമെങ്കിൽ സിവിൽ അപ്പീലാക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും. ബട്ട് കേന്ദ്ര സർക്കാരിനൊരു പരിഗണന കൊടുക്കും. കാരണം ഗവൺമെൻറ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലിറ്റിഗൻ്റ്. എല്ലാവരുടെയും കേസ് സർക്കാരിനെതിരെയാണ്, അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾക്കെതിരെ. ആർട്ടിക്കിൾ 12 അനുസരിച്ച് ഗവൺമെൻറ് എന്ന് പറയും അതിന്. ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡ്സ്, പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി, ഇതിനെയൊക്കെ ഗവൺമെൻറ്റായിട്ടാണ് കൂട്ടുന്നത്. കാര്യം സെപ്പറേറ്റ് കമ്പനിയാണ്, ഇതൊക്കെയാണ്, പക്ഷേ ഗവൺമെൻറ്റായിട്ട് കൂട്ടും. ഇവരുടെയൊക്കെ സിവിൽ അപ്പീലാകാതെ ചിലപ്പോൾ ഗവൺമെൻറ്റിന് കിട്ടുന്ന ആ പ്രിയോറിറ്റി വെച്ചിട്ടങ്ങ് പോകും. നമ്മളിത് കിടന്നും പോകും, അനുഭവിക്കില്ല, വേറെ മാർഗമൊന്നുമില്ല. അവർ സിസ്റ്റം ഈസ് സച്ച് ദാറ്റ് വി ഹാവ് ടു അതുമായിട്ട് പൊരുത്തപ്പെടുകയല്ലാതെ മറ്റ് മാർഗം നോക്കിയില്ല. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ADRൻ്റെ പുതിയ കേസും ഒരു വിജയത്തിന് വേണ്ടിയല്ല, ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രൊപ്പഗാൻഡയാണ്. ഈ തിരഞ്ഞെടുപ്പ് വിശ്വസനീയമല്ല എന്ന് വരുത്തുക. ഇതില്ലാതെ ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്ന കാലത്ത്, അന്ന് ഞാൻ ജീവനോടെ ഉണ്ട്. ഈ EVM എന്നൊക്കെ പറയുന്നത്, ഞാൻ EVMൽ വോട്ട് ചെയ്യുന്നത് 1999 തിരഞ്ഞെടുപ്പിലാണ്. അതുവരെ ഞാൻ വോട്ട് ചെയ്തതെല്ലാം ബാലറ്റ് പേപ്പറിലായിരുന്നു. അന്ന് 15, 20, 25 ദിവസം കഴിഞ്ഞാലാണ് ഈ പെർസെൻറ്റേജ് കറക്റ്റായിട്ട്. കാരണം എണ്ണി അത് റീകൗണ്ട് ചെയ്തു, മറ്റേ ചെയ്തു, അത് കണക്ക് കൂട്ടി എഴുതിയപ്പോൾ താമസിച്ചു. അന്ന് ഇമെയിലൊന്നുമില്ല. ഇതൊക്കെ എഴുതി റിപ്പോർട്ടാക്കി കവറിലിട്ട് പശ വെച്ച് മുദ്ര വെച്ച് സീൽ ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊടുത്ത അയാളാണ് ഇത് ഡൽഹിയിലേക്ക് അയക്കുന്നത്. എത്ര നേരം എടുത്തിരുന്നു? അന്നാർക്കും ഒരു ആശങ്കയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നും ഇതുപോലെ പ്രൊവിഷണൽ ഫിഗേഴ്സ് ഇവർ പറയുമായിരുന്നു. പിറ്റേ ദിവസം ഒരു വൈകുന്നേരം രാവിലെ എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആവും ഏകദേശം. നിയമസഭയാണെങ്കിൽ രാത്രി മുഴുവൻ എണ്ണുമ്പോഴത്തേക്ക് ഏകദേശം കിട്ടും. റേഡിയോയിൽ റിസൾട്ട് വരും ഓരോന്നായിട്ട്. രാത്രി 1 മണി 2 മണിക്കൊക്കെ റിസൾട്ട്. ലോക്സഭയാണെങ്കിൽ പിറ്റേ ദിവസം വെളുപ്പിന്, അതിൻ്റെയും അടുത്ത ദിവസം വെളുപ്പിനൊക്കെ ആയിരിക്കും ലോക്സഭയുടെ വരുന്നത്. അന്ന് ഈ പറഞ്ഞ താമസത്തിനെ ചൊല്ലി ആർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ബാലറ്റ് പേപ്പറിലേക്ക് പോവുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും റിസൾട്ട് പറയാൻ? പെർസെൻറ്റേജ് പോട്ടെ, ജയിച്ചോ തോറ്റോ എന്നറിയണമല്ലോ. അതൊന്നുമല്ലല്ലോ താമസം. യഥാർത്ഥ പ്രശ്നം അതൊന്നും അല്ലല്ലോ. മോദിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത കളയുക. ഇന്ത്യയിൽ ഡെമോക്രസി ഇല്ല എന്ന് യുണൈറ്റഡ് നേഷൻസിനെ കൊണ്ടും അമേരിക്കയെ കൊണ്ടും ജർമ്മനിയെ കൊണ്ടും ഒക്കെ പറയിക്കുക. അല്ല, ഇതാണ് ഈ ആശാൻ്റെ അതിൻ്റെയും പിന്നിലെ ലക്ഷ്യം നരേന്ദ്രമോദിയാണ്. അതിന് പിന്നിലെ ലക്ഷ്യം രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഈ പെറ്റീഷൻ മുഴുവൻ വിഡ്രോ ചെയ്തിട്ട് ഇവർ വീട്ടിൽ പോകും. അതെ, കൈൻഡ്ലി അലോസ് ടു വിഡ്രോ ദ പെറ്റീഷൻ. വീണ്ടും കൈൻഡ്ലി അലോസ് ടു വിഡ്രോ. ഇത് എത്രയാണ് ഇത്? സാറേ ഞാൻ ലിസ്റ്റ് തരാം, അത്രയും പെറ്റീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം. എടുത്തോണ്ട് പോകും. പർപ്പസ് സർവ് ചെയ്തു. ഇനിയിപ്പോൾ എന്ത് തെമ്മാടിത്തരം നടന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആൾ വന്നു. അതെ, അതിനൊരാളെ ജയിലിൽ നിന്ന് വിട്ടിട്ടുണ്ട്. ഏതായാലും ഇത് സാധാരണ വൺ തിങ് ഐ എം ടെലിങ് യു, ഈ 3ാം തവണ മോദി അധികാരത്തിൽ വന്നില്ല എന്ന് വെച്ചോ ബൈ ചാൻസ്, ദ നെക്സ്റ്റ് ഡേ മോദി ആൻഡ് അമിത് ഷാ വിൽ ബി അറസ്റ്റഡ് ആൻഡ് സെൻഡ് ടു ജയിൽ. ഉറപ്പാണ്. ദിസ് ഈസ് ദ ഡേഞ്ചർ. ഈ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ഈ ഡേഞ്ചർ മനസ്സിലാക്കുന്നില്ല. ഇന്ത്യൻ വോട്ടറാണ്, അവരെങ്ങോട്ട് വേണമെങ്കിലും വോട്ട് ചെയ്യും. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഏകദേശം പ്രവചിക്കാം. 2 പാർട്ടിയേ ഉള്ളൂ.
റിപ്പബ്ലിക്കൻ ആൻഡ് ഡെമോക്രാറ്റ്. ഇംഗ്ലണ്ടിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രവചിക്കാം. കാരണം ലേബർ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, ബാക്കി കുറേ പാർട്ടികളുണ്ട് കേട്ടോ, അവർക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇന്ത്യയിൽ അങ്ങനെയല്ല. കേരളത്തിൽ CPM, തമിഴ്നാട്ടിൽ DMK, മറ്റിടത്ത് BRS, തെലങ്കാന രാഷ്ട്ര സമിതി എന്ന് തുടങ്ങി ഇപ്പോൾ ഭാരതീയ രാഷ്ട്ര സമിതിയാണ് അവർ. അതിനപ്പുറത്തോ ബിജു ജനതാദൾ, അതിനപ്പുറത്ത് മമതാ ബാനർജി, TMC, ഇവിടെ നിതീഷ് കുമാർ, മറ്റിടത്ത് ലാലു യാദവ്, ഇവിടെ ശിവസേന. എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്ക്. ജനങ്ങൾ തെക്കും വടക്കുമൊക്കെ വോട്ട് ചെയ്യും. തെക്കും വടക്കും വോട്ട് ചെയ്തിട്ട് ഇമാജിൻ വേഴ്സ്റ്റ് കേസ് ഡിസൈൻ ഞാൻ പറയുകയാണ്. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ഇലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയാം. അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ 3ാമത്തെ തവണ മോദി അധികാരത്തിൽ വരുന്നില്ല എന്ന് വിചാരിക്കുക. ഈ അവിയൽ മുന്നണി ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഉഴപ്പ് പിടിച്ച ഒരു അവസ്ഥ വരുന്നു. ഒരു ദേവഗൗഡയോ ആരെങ്കിലും പ്രൈം മിനിസ്റ്റർ ആകുന്നു. ഹൂവർ ഇറ്റ് മേ ബി, ഐ ആം ഷുവർ ദാറ്റ് മോദി ആൻഡ് ഷാ വിൽ ബി ബിഹൈൻഡ് ബാർസ്. പക്ഷേ അത് പറയാം. പക്ഷേ എന്തൊക്കെ വന്നാലും എങ്ങനെ വന്നാലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരിക്കും. ഫസ്റ്റ് ചോയ്സ് രാഷ്ട്രപതിയുടേത് BJP തന്നെയായിരിക്കും. അതിനൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. എന്നിട്ട് പിന്നെ കാണാം. അല്ല, പിന്നെ കാണുമ്പോഴാണ് വാജ്പേയി സർക്കാരിൻ്റെ ഓർമ്മയുണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി വാജ്പേയി ആയിരുന്നു. 13 ദിവസം. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി വാജ്പേയി തന്നെയായിരുന്നു. 13 മാസം. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പഴയ കാലമൊന്നുമല്ല. ദാറ്റ് വാസ് ഇൻ 19. അത് തന്നെ പഴയ കാലമൊന്നുമല്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പുറത്തും അങ്ങനെയുള്ള ഘടകങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ പറയുന്നത് ഈ ഡെമോക്രസിയുടെ ഈ നൃത്തം, ഇത് ആരുടെ ഭാഗത്ത് എങ്ങനെ നിൽക്കും എന്നുള്ളത് ഇപ്പോഴും പ്രവചനാതീതമാണ്. അതുകൊണ്ടാണ് ഈ കഷ്ടപ്പാടെല്ലാം കഴിക്കുന്നത്. പലരും പറയുന്നു മോദിക്കൊരു ഭയം തട്ടിയിട്ടില്ലേ? ഉണ്ടാവണം. അതാണ് എൻ്റെ ആഗ്രഹം. ജനങ്ങളെ ഭയക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് ആവശ്യം. കോൺഗ്രസ്സിൽ അത് ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് ജനങ്ങളെ ഭയമുണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റുവിന് ഭയമുണ്ടായിരുന്നില്ല. മോദിക്ക് ജനങ്ങളെ ഭയമുണ്ട്. ജനങ്ങളെ ഭയമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ EVM-ൽ കൃത്രിമമില്ല എന്ന് ഉറപ്പാണല്ലോ. മോദി ഒന്ന് പേടിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? EVM-ൽ കൃത്രിമമില്ല എന്നാണ് അല്ലേ? അതെ. EVM-ൽ കൃത്രിമം കാണിക്കാൻ മോദി പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ചുമ്മാ കാലം കയറ്റിയിരുന്നാൽ ആരെന്ത് വേണമെന്ന് ചെയ്തോളാം, ഈ സാധനം എൻ്റെ കയ്യിൽ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് കൂളായിട്ടിരിക്കാം. എന്താ കൂളായിട്ടിരിക്കാത്തത്? EVM-ൽ കള്ളത്തരമില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഓടി നടന്ന് ഇത്രയധികം റാലികൾ നടത്തുന്നത്? EVM-ൽ കൃത്രിമമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യൻ വോട്ടർമാരെ ഭയമുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ വോട്ടർമാരോട് നിരന്തരം മോദി അപേക്ഷിക്കുന്നത്, അഭ്യർത്ഥിക്കുന്നത്, യാചിക്കുന്നത്. നമ്മുടെ രാഷ്ട്രം നിലനിൽക്കണം എങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് തരണം. ഇതില്ലെങ്കിൽ ഈ രാഷ്ട്രം നിലനിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് പിന്നീട് പോകുന്നത് ഛിദ്രശക്തികളുടെ കയ്യിലാണ്. അത് ഇപ്പോൾ അവർ വരുത്താൻ പോകുന്ന നാശനഷ്ടം അതിഭീകരമായിരിക്കും. അപ്പോൾ മോദി ഇടയ്ക്കിടയ്ക്ക് സ്ട്രാറ്റജി ഒന്നും മാറ്റുന്നില്ല. സ്ട്രാറ്റജി ഒന്നേ ഉള്ളൂ. സ്ട്രാറ്റജി മാറ്റിയത് രാഹുൽ ഗാന്ധിയാണ് താനും. അത് മോദി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. താനൊരു അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കേൾക്കുന്നില്ല. എന്തായി? അവരുടെ ഒന്നും വല്ല കാശും കിട്ടിയോ? പറയടോ. ഇത് മോദി ചോദിക്കും. അപ്പോഴാണ് ഞാൻ ഓർത്തത്, കുറേ കാലമായി ഓർമ്മയുണ്ട്, ഒരു 20,000 കോടി അദാനിക്ക് കൊടുത്തു. അതെന്തിനെന്ന് എനിക്കറിയാം. ലോക്സഭയിലൊക്കെ റേസ് ചെയ്തതാണ്. 20,000 കറോഡ് അദാനിക്കോ ക്യോं ദിയ. അതിനു മുമ്പ് അംബാനിയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 35,000 കോടി അനിൽ അംബാനിക്ക് കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു കേസ്. അനിൽ അംബാനി എനിക്ക് കാശ് വേണ്ടാന്ന് പുള്ളി പറഞ്ഞിട്ട് മോദി ബലം പ്രയോഗിച്ച് പോക്കറ്റിൽ ഇട്ടതാണ് രാഹുൽ ഗാന്ധി. ഇരിക്കട്ടെ ചേട്ടാ, ചായ കുടിക്കാൻ എൻ്റെ ഒരു സന്തോഷത്തിന് 34,000 കോടി അത് വിട്ടിട്ടാണ് അദാനിക്ക് 20,000 കോടി എന്ന് പറഞ്ഞ് നടന്നു. ഇപ്പോൾ അതും കേൾക്കുന്നില്ല. ഞാനും അത് മറന്നുപോയി. മോദി ചോദിച്ചപ്പോഴേ ഞാൻ ഓർക്കുന്നത്, ശരിയാണല്ലോ, ഈ വിദ്വാൻ എവിടെ പോയി? ഇപ്പോൾ അദാനി എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അദാനിയുടെ പേരില്ല. അപ്പോൾ അദാനി എന്തെങ്കിലും വായിക്കരി ഇട്ട് കാണും, വലിയ ശല്യം എന്തെങ്കിലും കൊടുക്കുക ചെറുക്കിന്, ഇല്ലെങ്കിൽ ഉപദ്രവിക്കും, കൊടുത്തു കാണും. അല്ലെങ്കിൽ പിന്നെ മിണ്ടാതെയാവില്ലല്ലോ. അങ്ങേരുടെ ഒരു മെയിൻ പോയിൻ്റ് ആയിരുന്നു അദാനി. ഈ ഭാരത് ജോഡോ യാത്രയിലൊക്കെ അദാനിയെപ്പറ്റി പുള്ളിക്ക് നേരിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞ ആൾക്കാരെന്നാണ്. വഴിയേരിയിൽ പച്ചക്കറി വിൽക്കുന്ന അമ്മച്ചി വരെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, മോനെ
അദാനിയാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. ഞാൻ ഈശ്വരൻ സാക്ഷിയായിട്ട് ഞാൻ നിന്നോട് പറയുകയാണ്. രാഹുൽ ഗാന്ധി വികാരഭരിതനായി. ആ അമ്മയ്ക്ക് പോലും അറിയാൻ രാജ്യം അദാനി കൊള്ളയടിക്കുകയാണെന്ന്. ഇപ്പോൾ അത് കേൾക്കുന്നില്ല. അതാണ് ഈ കാരണവർ ചോദിച്ചത്. അവിടെ നിന്ന് ചോദിക്കട്ടെ, എന്താ ചേട്ടാ? അല്ല, അങ്ങനെ പോകാതെ മറ്റേ അദാനി കേസ് എന്താ ഇപ്പം എന്താ മിണ്ടാത്തത്? ആ കുഴപ്പത്തിൽ രക്ഷിക്കാനായിട്ട് സാമ്പിറ്റോടെ ഇറങ്ങി അതിലും വലുതായി. അവൻ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ വെള്ളത്തിലേക്ക് എടുത്തി അടിയിട്ട് ഇയാളെയും കൂടെ മുക്കി, അത് കുഴപ്പമായി. ഇനിയിപ്പോൾ ഇതേ ഒരു വാദ്ര കിടപ്പുണ്ട്. അയാൾ എന്താ ചെയ്യാൻ പോകുന്നത് ദൈവത്തിനറിയാം. അയാൾക്ക് വേണ്ടി രാജ്യം മുഴുവൻ കരയുകയാണ് സ്ഥാനാർത്ഥിയാവാത്തത്. വാദ്ര കണ്ണീരണിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഫ്ലാഷാണ്. കണ്ണീരോടെ വാദ്ര. പിന്നീട് പണ്ട് ഞാനിത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം ആദ്യമായിട്ട് കണ്ണീരണിഞ്ഞ ഒരു ചെന്താമര കണ്ണൻ വാതിരയാണ് ഏഷ്യാനെറ്റിൽ. സമ്മതിക്കണം ഇവരൊക്കെ. തൊലിക്കട്ടിയുണ്ടല്ലോ ഇതിനൊക്കെ. ജനാധിപത്യത്തിൻ്റെ നർത്തനമല്ലേ നടക്കട്ടെ. അരങ്ങ് ഒഴിഞ്ഞിട്ടില്ല, ഇനിയും കഥാപാത്രങ്ങൾ വരാനിരിപ്പുണ്ട്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.